നമസ്കാരം, പത്രവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 12. ഞാൻ അതുൽ, എൻ്റെ കൂടെ ഉള്ളത് സുഹിത്താണ്. നമുക്ക് ഈ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ലോകം ഒട്ടുക്കെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. അതായത് നമ്മുടെ ലോകകപ്പ് ഫുട്ബോൾ ഒഫീഷ്യലായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. മാതൃഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുട്ഗോളം എന്നൊരു തലക്കെട്ടോടു കൂടിയാണ് ഈ ഒരു വാർത്ത തുടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ലോകകപ്പ് ഫുട്ബോളിന് സമ്മോഹന തുടക്കം എന്നുള്ളൊരു തലക്കെട്ടോടു കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. മെക്സിക്കോ സിറ്റിയിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫുട്ബോൾ തുടങ്ങിയിരിക്കുന്നത്. പന്ത് തട്ടി തുടങ്ങാൻ ക്ഷണിച്ച് റഫറി വിസിലൂതി. ഒരേ നിമിഷത്തിൽ ആരാധകരെല്ലാം നിശബ്ദരായി. വരുന്ന 39 ദിവസം ലോകമെങ്ങുമുള്ള അനേകായിരം കോടി ആരാധകർക്ക് കളിയുടെ ആനന്ദം വാഗ്ദാനം ചെയ്തുകൊണ്ട് ട്രയോണ്ട പന്ത് ചലിച്ചു തുടങ്ങി എന്നുള്ള ഒരു വാക്കോടെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ലോകകപ്പ് തുടങ്ങിയിരിക്കുകയാണെന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണല്ലേ. അതെ, ശരിക്കും പേപ്പർ കുറച്ച് പുറകിലാണ്. ഇന്നലെ രാത്രി പോർച്ചുഗലിന്റെയും നൈജീരിയയുടെയും കളി നടന്നു. അപ്പോൾ അതിൽ പോർച്ചുഗൽ ജയിച്ചു. പക്ഷേ ക്രിസ്ത്യാനോ റൊണാൾഡോന് കുറച്ച് ആരാധകർക്ക് കുറച്ച് നിരാശയായിരുന്നു. പോർച്ചുഗൽ ജയിച്ചെങ്കിലും ക്രിസ്ത്യാനോന്റെ ഒരു ഗോള് എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പോർച്ചുഗൽ പറഞ്ഞാൽ തന്നെ ക്രിസ്ത്യാനോ, മിക്ക ആൾക്കാർക്കും ബാക്കിയുള്ള കളിക്കാരൊന്നും അധികം അറിയില്ല. അപ്പോൾ എന്തായാലും ജയിച്ചു, എന്തായാലും തുടങ്ങി. ഇനിയിപ്പോൾ കാണാം എന്താവുന്നുള്ളത്. ഇപ്പം മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലെ ഒരു വാർത്ത നോക്കുകയാണെങ്കിൽ പോലീസ് തലപ്പത്ത് വൻ മാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്. ക്രമസമാധാന ചുമതല എന്തായാലും ADGP പി വിജയന് കൊടുത്തിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത് UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം പോലീസിൽ ആദ്യ അഴിച്ചുപണിയിൽ വൻ മാറ്റങ്ങളാണ് കേരള പോലീസിൽ നടന്നിരിക്കുന്നത്. ഇടതു സർക്കാർ പ്രധാന തസ്തികയിൽ നിയമിച്ച മിക്ക ഉദ്യോഗസ്ഥരെയും മാറ്റി ക്രമസമാധാന വിഭാഗം ADGP ആയി ഇന്റലിജൻസ് മേധാവി പി വിജയനെ നിയമിച്ചു എന്നുള്ളതാണ്. ക്രമസമാധാന വിഭാഗം ADGP എച്ച് വെങ്കടേഷാണ് ക്രൈംബ്രാഞ്ച് മേധാവിയായി ചുമതല ഏറ്റിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അപ്പോൾ എന്തായാലും എച്ച് വെങ്കടേഷും അതുപോലെ തന്നെ പി വിജയനുമാണ് ഇപ്പോൾ പോലീസ് തലപ്പത്ത് വന്നിരിക്കുന്നത്. അപ്പം എന്തായാലും LDF ഗവൺമെൻറ് അന്ന് ഏതൊക്കെ പോലീസുകാരെ ആയിരുന്നു നിയമിച്ചിരുന്നത് അവരെയെല്ലാം അപ്പാടെ മാറ്റി പുതിയൊരു ഭരണ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണെന്ന് വേണം പറയാൻ. കാരണം മൊത്തത്തിൽ തലപ്പത്ത് നിന്നുള്ള വലിയൊരു അഴിച്ചുപണിയാണ് ഇപ്പോൾ ആഭ്യന്തര വിഭാഗം നടത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, മുൻപ് ഒരു 10 വർഷം ഭരിച്ചിരുന്ന സർക്കാരിൻ്റെ കൂടെ വന്നിരുന്ന ഒരു പോലീസ് എന്ന് പറയുമ്പോൾ എന്തായാലും അവർക്ക് വിധേയത്വമുള്ള അല്ലെങ്കിൽ പഴയ പാർട്ടിക്കാരോട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു വിധേയത്വം ഉണ്ടെന്ന് കരുതിയായിരിക്കാം, അല്ലെങ്കിൽ ഇത് തുടർച്ചയായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു സർക്കാർ ഒരു പുതിയ സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ എന്തായാലും മുമ്പുണ്ടായിരുന്ന പോലീസുകാരെ, അത് തലപ്പത്തുള്ളവരായാലും അല്ലെങ്കിൽ താഴെ തട്ടിലുള്ളവരായാലും, അവരെ മാറ്റി പുതിയ പോലീസുകാരെ ആക്കുക എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ എന്തായാലും അതിനകത്ത് നമുക്ക് വലിയ ആശ്ചര്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും ഇപ്പോൾ ക്രമസമാധാന ചുമതല ADGP പി വിജയനും നൽകി. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവിയായി എച്ച് വെങ്കടേഷിനെയും നിയമിച്ചിരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതേ വാർത്ത തന്നെയാണ് ഇവിടെ മനോരമയിലും കൊടുത്തിരിക്കുന്നത്. പക്ഷെ മാതൃഭൂമിയുടെ അത്ര ഡീറ്റെയിലിംഗ് ഇവിടെ ഇല്ല. എന്തായാലും അത്ര വലിയ വാലിഡ് ആയിട്ടുള്ള സംഭവം അല്ല എന്ന് മനോരമയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം. പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ 100 ദിവസമായി യുദ്ധം തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സാധാരണ ഇറാനും അമേരിക്കയും ഇസ്രായേലൊക്കെ ആണല്ലോ പ്രശ്നം. അപ്പോൾ ഈ ഇറാനായിട്ടുള്ള പ്രശ്നം കാരണം അമേരിക്ക ഇന്ത്യൻ കപ്പലിന് നേരെ അവർ ഇപ്പോൾ മിസൈൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ അക്രമത്തിൽ 3 ഇന്ത്യക്കാരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. നിങ്ങൾ യുദ്ധം ചെയ്യണമെങ്കിൽ യുദ്ധം ചെയ്തോളിയും, നമ്മുടെ മക്കിട്ട് എന്തിനാ വീണ്ടും കയറാൻ വരുന്നത്? വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് ഇപ്പോൾ ഇവർ നിൽക്കണത്. ഓർമസ് കടലെടുക്കൽ ഇന്ത്യൻ നാവികയുടെ കപ്പലുണ്ടായിരുന്നു. അതും കൊണ്ടാണ് അവർ വേണച്ച ഇറാന്റെ കപ്പലാണെന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയൊക്കെ തെറ്റുപറ്റുമോന്ന് അറിയില്ല. പക്ഷെ ഇന്ത്യക്ക് നേരെ വരുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ കയ്യിലും മിസൈലുകളൊക്കെ ഉണ്ട്. തിരിച്ച് അടിക്കാൻ തുടങ്ങിയാൽ താങ്ങില്ല. അതെന്തായാലും എല്ലാവർക്കും ഓർമ്മയിരിക്കട്ടെ. അതെ, എന്തായാലും ഹോർമൂസ് വീണ്ടും അടച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ കപ്പലുകൾക്കും, അതിപ്പോൾ ഏത് രാജ്യത്തിൻ്റെ കപ്പലായാലും എല്ലാ കപ്പലുകൾക്കും നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹോർമൂസ് കടലിൽ. അതുപോലെ തന്നെ US ആക്രമണം മൂലം കാണാതായിട്ടുള്ള 3 ഇന്ത്യൻ നാവികരും മരിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതും ഇപ്പോൾ മാതൃഭൂമിയിൽ ഒരു തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ലോകത്തെ കൂടുതൽ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട് ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചിരിക്കുന്നു
എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ കഴിയാൻ പോയി, അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ യുദ്ധമൊക്കെ ഒന്ന് അവസാനിക്കാൻ പോവുകയാണെന്നുള്ള ഒരു പ്രതീക്ഷ ഇത്രയും നാളും ഉണ്ടായിരുന്നു. പക്ഷേ അത് വീണ്ടും അവതാളത്തിലാക്കി വീണ്ടും ഹോർമൂസ് കടലിട്ട് കടഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനിയും ഇതൊന്ന് പരിഹരിച്ച് പഴയൊരു തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വീണ്ടും ഇനി ശ്രമകരമായൊരു ജോലി തന്നെയാണ്. ഇപ്പോൾ ഖത്തർ അതിനൊരു മധ്യസ്ഥതയായിട്ട് അതിന് ഇടപെട്ടിട്ടുണ്ട്. എന്നാലും അവർക്ക് ഇനി ഒരു ഇരട്ടി പണിയായിരിക്കും ഈ ഒരു പ്രശ്നം പരിഹരിച്ച് പഴയ സ്ഥിതിയിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എങ്ങനെയായിരിക്കും ഇനി ഹോർമൂസ് കടലെടുക്കും പശ്ചിമേഷ്യയിലെയും സമാധാന അന്തരീക്ഷം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാമല്ലേ. അതെ. പിന്നെ അടുത്ത മനോരമയിലെ പ്രാദേശികം പേജാണ്. ഈ കോട്ടയം ജില്ലയിൽ എങ്ങനെയാണ് കൂടുതലും ഫുട്ബോളിനെ അവർ വരവേൽക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളുടെ പാലക്കാട് മലപ്പുറത്തൊക്കെ ഫുട്ബോൾ പറഞ്ഞാൽ ഇതൊരു ഉത്സവം പോലെ തന്നെയാണ്. മഴക്കാലത്ത് ഉണ്ടാവണ ഉത്സവമാണ്. സാധാരണ ഫുട്ബോൾ അങ്ങനെ ഈ ടൈമിൽ അങ്ങനെ വരാറില്ല. പക്ഷെ മഴക്കാലമായിട്ടും ഞങ്ങളുടെ അവിടെ ആവേശം, കൊട്ടും പാട്ടും ചെണ്ടമേളവും ഫ്ലക്സും ഒക്കെ വെച്ച് നിറഞ്ഞ് ആഘോഷം തന്നെയാണ്. എല്ലാവിടെയും അത്യാവശ്യം ഓപ്പൺ തിയേറ്ററൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്, ക്ലബിലായാലും എല്ലാവിടെയും. അതുപോലെ കോട്ടയത്ത് ഫ്ലക്സ് പല സ്ഥലത്തും വെച്ചു പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ന്യൂസ് കാണുമ്പോൾ ഇവിടെ അത്രയ്ക്ക് ഫുട്ബോളിന് ഇതില്ലാന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ എങ്ങനെയാണ്? അവിടെ ഇപ്പം ഞങ്ങളുടെ കൊല്ലത്തായാലും അത്യാവശ്യം ഫുട്ബോൾ സാധാരണ കേരളത്തിൽ ഈ വടക്കൻ കേരളത്തിലാണല്ലോ ഈ ഫുട്ബോൾ കുറച്ചുകൂടെ പ്രബലമായിട്ട് അത് ആഘോഷിക്കുന്നത് വടക്കൻ കേരളത്തിലാണ്. പക്ഷെ കൊല്ലത്തും ഇതുപോലെ ക്ലബ്ബുകൾ രൂപീകരിച്ച് ഇങ്ങനെ ഓപ്പൺ സ്ക്രീനുകളൊക്കെ അവരും ഒരുക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ഒട്ടുമിക്ക പേരും വീട്ടിലിരുന്ന് അവർ സ്വകാര്യമായിട്ട് കാണുക എന്നുള്ളതാണ് ഈ കൊല്ലത്ത്, തിരുവനന്തപുരം ആ രീതിയിൽ. തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വളരെ മികച്ച രീതിയിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താറുണ്ടെന്നാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സാധാരണ കഴിഞ്ഞ വേൾഡ് കപ്പ് നമ്മൾ കണ്ട മൊബൈലിലായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല, ടി വിയിൽ എല്ലാവർക്കും ഉണ്ട്. കേരളത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നു എന്നുള്ളത് ന്യൂസ് കണ്ടിട്ടായിരുന്നു, ഇതേ പേപ്പറിൽ തന്നെ. ഇനിയിപ്പോൾ ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ കളി കാണാനും പറ്റിയില്ല, രാത്രി 1:45 തന്നെ. ഇപ്പം മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നമുക്ക് ആഘോഷത്തോടൊപ്പം തന്നെ ആശങ്കയ്ക്ക് വകവയ്ക്കുന്ന കുറച്ച് വാർത്തകളും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അതാണ് കോഴിക്കോട് നിപ സമ്പർക്ക പട്ടികയിൽ 77 പേരെന്ന് പറയുന്നൊരു വാർത്തയാണ്. അതായത് കോഴിക്കോട് 41കാരന് നിപ സ്ഥിരീകരിച്ചെങ്കിലും സ്ഥിതി നിയന്ത്രണ വിധേയമായെന്നും ആശങ്ക വേണ്ടെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. തോന്നയ്ക്കൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലടക്കം കേരളത്തിൽ നടത്തിയ എല്ലാ പരിശോധനകളിലും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അന്തിമ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. രോഗിയെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആവശ്യമായ മരുന്ന് ലഭ്യമാക്കിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 77 പേരാണ് ഈ ഒരു സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ ആഘോഷങ്ങൾ ഇപ്പോൾ കോഴിക്കോടൊക്കെ നമുക്കറിയാം ഫുട്ബോളിനെ അത്രയ്ക്കും വരവേൽക്കുന്നൊരു, അപ്പം ആളുകൾ കൂട്ടം കൂടി നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓപ്പൺ സ്ക്രീൻ മുന്നിലൊക്കെ ഇരുന്ന് കാണാം. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴും, നമ്മൾ ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോഴും നമ്മളൊരു എന്താ പറയുക, നമ്മൾ ജാഗ്രത പാലിക്കുക എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിപ എന്ന് പറയുന്നത് ഒരു വിപത്ത് അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് കേരളത്തിൽ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ജാഗ്രത, ഇപ്പം ആഘോഷത്തോടൊപ്പം തന്നെ ജാഗ്രതയും കൈവിടരുതെന്നുള്ളതാണ് ഈ വാർത്ത കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൊറോണ പോലെയല്ല നിപ്പ വന്ന ഓൺ ദ സ്പോട്ടിൽ എല്ലാവരും മരിച്ചു പോവും. അതുകൊണ്ട് സൂക്ഷിക്കുക. കൊറോണ ആണെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വരാം. അതെ അതെ. പിന്നെ അടുത്ത ഒരു ന്യൂസാണ്, പ്രാദേശികം തന്നെയാണ്. KSRTCയിൽ 60% ഇന്നലെ സ്ത്രീകൾ മാത്രമായിരുന്നു അത്ര. ഫ്രീ ആയതുകൊണ്ടാണ്. സാധാരണ ഓരോ ജില്ലയിലും എപ്പോഴും 1.5 ലക്ഷം ആൾക്കാരാണ് KSRTCയിൽ സഞ്ചരിക്കുക. പക്ഷെ ഇന്നലെ 90,000 പേരും സ്ത്രീകളായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മണ്ടത്തരം തന്നെയാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ബസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് കൊടുക്കണ പുരുഷന്മാർ നിൽക്കുക വേണം. അപ്പോൾ നമ്മളെന്തിനാ ടിക്കറ്റ് കൊടുക്കേണ്ട ആവശ്യം? ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ഓർക്കണം, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇതുപോലെ ഫ്രീ കൊടുത്തിട്ട് ഇപ്പോൾ പൊട്ടി. കാരണം ഇതും ഒരു കാരണം തന്നെയാണ്. കാരണം വോട്ട് ചെയ്യണ 80% ആൾക്കാരും പുരുഷന്മാരായിരിക്കും. അപ്പോൾ ഈ ടിക്കറ്റ് കൊടുക്കുന്ന പുരുഷന്മാർ നിൽക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരികയുള്ളൂ. അപ്പോൾ അവർ എന്തായാലും അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് കോൺഗ്രസ് മിക്കവാറും അടുത്ത പ്രാവശ്യം വീഴും ഈ ഒരു കാരണം കൊണ്ട് തന്നെ. ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്, ഇതിന്റെ പരിണത ഫലം എന്താണെന്നൊക്കെ നമുക്ക് ഭാവിയിൽ തന്നെ ആയിരിക്കും നമുക്ക് അറിയാൻ കഴിയുക. എന്തായാലും ഈ ഒരു കാരണം കൊണ്ട് കർണാടകയിൽ അവരുടെ ഭരണം പോകുന്ന മനസ്സിലായത് കൊണ്ട് കർണാടകയിൽ അവര് KSRTCക്ക് ഫ്രീ കൊടുക്കൽ നിർത്തി, ലാഭം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട്. അതുപോലെ നിർത്തലാക്കുക തന്നെ നല്ലത്.
ഇതിലും ഭേദം ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ എപ്പോഴും തല്ലുകൂടണ കാണാറുണ്ട്. ഇവിടെ ഇപ്പൊ ഇക്വാലിറ്റി എല്ലാവർക്കും ഫ്രീ, നമ്മൾ മാത്രം പൈസ കൊടുക്കണം, എന്നാ സീറ്റും ഇല്ല. അതെന്തായാലും നമുക്ക് അത് എന്താ പറയുന്നത്, കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പറഞ്ഞൊരു ഒരു വാഗ്ദാനമായിരുന്നു. അത് ഇത്രയും പോപ്പുലർ ആവുമെന്നോ ജനങ്ങൾ ഏറ്റെടുക്കുമെന്നോ അവർ പോലും കരുതി കാണില്ല. അപ്പം ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് അവർ ഭരണത്തിൽ വന്നതിന് ശേഷം ജനങ്ങൾ ആദ്യമായിട്ട് ചോദിച്ചതും ഈ ഒരു റിസർവേഷൻ ആയിരുന്നു. അപ്പം അത് കൊടുക്കുക അല്ലാതെ അവർക്ക് വേറെ വഴിയില്ല എന്നുള്ളതാണ് അപ്പം ഇതൊരു നഷ്ടക്കച്ചവടം തന്നെയാണെന്ന് വേണം പറയാൻ. കാരണം KSRTC ആൾറെഡി കടത്തിലാണ്, നഷ്ടത്തിലാണ്. അപ്പോൾ ഇത് വീണ്ടും ഒരു അധിക ഭാരം തന്നെയാണ്. പക്ഷേ അതവർക്ക് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എടുക്കുന്ന ആദ്യ പടി എന്ന നിലയിൽ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു വാഗ്ദാനം തന്നെ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ജനരോഷത്തിന് കാരണമായേക്കാമെന്ന് വിചാരിച്ചായിരിക്കാം അവർ ബുദ്ധിമുട്ട് സഹിച്ചും ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയത്. എന്തായാലും അധികകാലം ഇത് കാണില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ അല്ലേ. ശരിക്കും കേരള ഗവൺമെന്റ് പറഞ്ഞ ഒരു ബിസിനസ് തന്നെയാണ്. ഇപ്പൊ KSRTC ഫ്രീ കൊടുക്കുമ്പോ അവർക്ക് എന്തായാലും ലാഭം കിട്ടാൻ അവരെന്താ ചെയ്യാ, മദ്യത്തിന് വിലയും കൂട്ടി ഇപ്പൊ സർക്കാരിന്റെ പേരിൽ ബ്രാൻഡ് ഇറക്കി കഴിഞ്ഞു. അതാണെങ്കിൽ നല്ല വിറ്റുവരവും ഉണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ ആയതും കൊണ്ട് ആൾക്കാർക്ക്, പിള്ളേർക്കൊന്നും കഞ്ചാവ് കിട്ടുന്നില്ല. അതുകൊണ്ട് വീണ്ടും മദ്യത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ന്യൂസ് വരുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, പീഡനത്തിൽ നിന്ന് രക്ഷ നേടാൻ ആൺവേഷം കെട്ടി ജോലി ചെയ്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വീണ്ടും എന്നിട്ടും പീഡനം എന്നുള്ളതാണ്. 17-കാരിക്ക് നേരെ ലൈംഗിക അതിക്രമം, ഒരാൾ അറസ്റ്റിൽ എന്നുള്ളതാണ്. ജീവിത പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ തേടി ആൺവേഷം കെട്ടി ജോലിക്കിറങ്ങിയ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം, മനമെടുത്ത് ജീവനൊടുക്കാൻ തീരുമാനിച്ച കുട്ടിക്ക് രക്ഷയായത് റെയിൽവേ പോലീസാണ്. പീഡിപ്പിച്ച വയനാട് മിനിങ്ങാടി സ്വദേശി സനോജിനെ പോക്സോ കേസെടുത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് ഇത് വളരെ ഒരു കൗതുകം അല്ലെങ്കിൽ വളരെ ദാരുണമായിട്ടുള്ള ഒരു വാർത്ത തന്നെ. കാരണം ജീവിത സാഹചര്യങ്ങളിൽ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഒരു ആൺകുട്ടിയായിട്ട് വേഷം കെട്ടി നടന്ന ഒരു 17-കാരി പെൺകുട്ടി, എന്നിട്ടും ആ പെൺകുട്ടിക്ക് രക്ഷയില്ല എന്നുള്ളതാണ്, ആ പെൺകുട്ടിക്ക് പീഡനമേറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ, നമ്മുടെ ഷൊർണൂർ തന്നെ നടക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം എന്ന് വേണം കരുതാൻ. എന്തായാലും ഒരു 17-കാരി പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ളൊരു ഇത് നിലനിൽക്കെയാണ് ഈ പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു പീഡനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടുന്നത്. ഇപ്പോൾ എന്തായാലും സനോജ് എന്ന് പറയുന്ന ആളെ ഇപ്പോൾ എന്തായാലും ഈ പീഡന ശ്രമത്തിൽ അല്ലെങ്കിൽ പീഡനത്തിന് കേസെടുത്ത്, പോക്സോ കേസെടുത്ത് അറസ്റ്റിലാക്കിയിട്ടുണ്ട്. എന്തായാലും റെയിൽവേ പോലീസ് തന്നെയാണ് ആ പെൺകുട്ടിയെ രക്ഷിച്ചത്. എനിക്ക് തോന്നുന്നു ട്രെയിനിന് മുമ്പിൽ ചാടിയോ അല്ലെങ്കിൽ ട്രെയിനിൽ നിന്ന് ചാടിയോ ഒക്കെ മരിക്കാൻ വേണ്ടി നിന്നതാകാം. എന്തായാലും ജീവിതം മടുത്തുപോയി ആ പെൺകുട്ടി എന്ന് വേണം പറയാം. ഭയങ്കര ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ആൺകുട്ടിയായിട്ട് വേഷം കെട്ടുക, എന്നിട്ടും ഇത്തരത്തിലുള്ളൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് എന്താ പറയുന്നത്, അത് നമുക്ക് ഒരു കോയിൻസിഡൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയി പോയി എന്ന് വേണം പറയാൻ. ആ ചങ്ങാതി ഗേ ആണെന്ന് പറഞ്ഞിട്ട് ഗേ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പിടിച്ചിട്ടുണ്ടാവുക. പിടിച്ചപ്പോഴായിരിക്കും പെണ്ണാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുക. ഒരാളെ ന്യായീകരിക്കുകയല്ല, എന്തൊക്കെ പറഞ്ഞാലും കുറ്റം തന്നെയാണ്. അതെ അതെ അതെ. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, പ്രോജക്ട് സീറോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു പദ്ധതി നമ്മുടെ കേരള സർക്കാർ ഈയിടയ്ക്ക് രൂപീകരിച്ചിരുന്നു. അതായത് അഴിമതിക്കെതിരെ വിജിലൻസ് പ്രോജക്ട് സീറോ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പരാതി പ്രളയമെന്നാണ്. ഫോൺ, വാട്സപ്പ്, സാമൂഹ്യ മാധ്യമ പേജുകൾ വഴിയൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച വ്യാപക പരാതികളാണ് ലഭിക്കുന്നത്. സംസ്ഥാനത്താകെ 850 ഉദ്യോഗസ്ഥർ വിജിലൻസ് നിരീക്ഷണത്തിലാണ്. അഴിമതി സാധ്യതയുള്ള സ്ഥലങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി നിരീക്ഷിച്ച് തടയുക എന്നതാണ് ഈ പ്രോജക്റ്റിന്റെ ഒരു ഭാഗം. അതുപോലെ തന്നെ ഈ ഒരു ഇങ്ങനെ കണ്ടെത്തി നൽകുന്നവർക്ക് 50,000 അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടെത്തി നൽകുന്നവർക്ക് ഒരു സാമ്പത്തിക വാഗ്ദാനം അല്ലെങ്കിൽ ഒരു സമ്മാനം പോലെ സാമ്പത്തികമായിട്ട് എനിക്ക് തോന്നുന്നു 5,000 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, അത്രയും എങ്ങാണ്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ പരാതി കണ്ടെത്തി നൽകുന്നവർക്കും എന്നൊരു ഉത്തരവ് വന്നിരുന്നു. അപ്പം അതിനെ സംബന്ധിച്ച് ഈ പ്രോജക്ട് സീറോയിൽ ഒരുപാട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പരാതിയുടെ പ്രളയം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഓരോ ഉദ്യോഗസ്ഥർക്കെതിരെയും ഓരോ നാട്ടിൽ നിന്നും ഓരോ പഞ്ചായത്തിൽ നിന്നും ഒക്കെ ആ നാട്ടുകാർ പരാതി ഉന്നയിക്കുകയാണ്. ഈ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി ചോദിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന ഉദ്യോഗസ്ഥന് കൈക്കൂലി ചോദിക്കുന്നതായിട്ട് സംശയമുണ്ടെന്നൊക്കെ രീതിയിൽ പരാതികൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെ തുടർന്ന് 850 സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിൽ എന്നുള്ളതാണ്. അപ്പം എന്തായാലും ആ ഒരു പ്രോജക്ട് സീറോ എന്ന് പറയുന്ന പദ്ധതി തീർച്ചയായിട്ടും ഒരു വിജയമായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിമാസം 3000-ഓളം പരാതികളാണ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രത്തോളം, അപ്പം അത്
ഒരേ സമയം തന്നെ ആ ഒരു പദ്ധതിയുടെ വിജയത്തെ സൂചിപ്പിക്കുന്നതിനൊപ്പം തന്നെ അത് നമ്മളെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ കേരളത്തിൽ അപ്പോൾ എത്രത്തോളം അഴിമതിയാണ്, എത്രത്തോളം ഉദ്യോഗസ്ഥരാണ് കറപ്റ്റഡ് ആയിട്ടുള്ളതെന്നുള്ള അല്ലെ ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. അതായത് 3000-ഓളം പരാതികൾ എന്ന് പറയുമ്പോൾ നിസ്സാര പരാതികളല്ല. അപ്പം ഇതിനെതിരെ ഇതിനെതിരെ എല്ലാം കൃത്യമായിട്ടുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിലെ ഈ ഒരു അഴിമതി ഭരണം അല്ലെങ്കിൽ കേരളത്തിലെ ഒരു ബ്യൂറോക്രസിയിൽ നിലനിൽക്കുന്ന ഈ ഒരു അഴിമതി തീർച്ചയായിട്ടും നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ കഴിയുമെന്ന് വേണം പറയാൻ. അതെ, കുറച്ചു കാലം വരെ ഏറ്റവും കൂടുതൽ അഴിമതി നടന്നത് ഈ പഞ്ചായത്ത് ഓഫീസർ, വില്ലേജ് ഓഫീസറൊക്കെ ആയിരുന്നു. എന്തിനു പോയാലും ഒന്നും നടക്കില്ല. തണ്ട പേപ്പറിന് 3000, മറ്റേ പേപ്പറിന് 2000 ഇങ്ങനെ കൊടുത്താൽ മാത്രമേ വാങ്ങുള്ളൂ. എൻ്റെ നാട്ടിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഞാനും അതുപോലെ 2000 രൂപ കൊടുത്തിട്ടാണ് തണ്ട പേപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം തണ്ട പേപ്പർ ഉണ്ടെങ്കിൽ KLU എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലം വിറ്റുള്ളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് എന്താണ്, അയാള് കൊടുക്കണത് വാങ്ങാണ്ട് വേറൊരുത്തൻ്റെ 4000 കിട്ടാണ്ട് തരില്ല പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. ആളതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇതുപോലെ വിജിലൻസിന് കാണിച്ചും കൊടുത്തു. കൈയോടെ കൈക്കൂലി വാങ്ങണത് പിടിപ്പിച്ചു. അങ്ങനെ ഉണ്ടായി ഒരു സംഭവം. അപ്പം അതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു അനുഭവം എല്ലാവർക്കും പറയാനുണ്ടാകും ഈ സർക്കാർ ഓഫീസിലൊക്കെ പോയവർക്കാണെങ്കിൽ. അപ്പോൾ എത്രത്തോളം വിപുലമായിട്ട് നടക്കുന്നതാണ് ഈ ബ്യൂറോക്രസിയിലെ അഴിമതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈക്കൂലി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവട്ടെ, ഇതിനൊരു അന്ത്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അടുത്തെന്താ വെച്ചാൽ സ്വർണ്ണവിലയാണ്. സ്വർണ്ണവില കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 5500 രൂപ കമ്മി ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരത്തെ എമൗണ്ട് ആണ്. ഇന്ന് രാവിലെ 10-11 മണിയാകുമ്പോൾ ആ എമൗണ്ടിന് എന്തായാലും വ്യത്യാസം വരും. ഇതിപ്പോൾ സംഭവം രൂപയുടെ മൂല്യം കൂടി ഡോളർ കുറച്ച് ഇടിയും കൂടെ, രൂപയുടെ മൂല്യം കൂടിയിട്ട് ഡോളർ ഇടിഞ്ഞും കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ സ്വർണത്തിന് ഇപ്പോൾ വില കമ്മിയായിരിക്കുന്നത്. രൂപയുടെ മൂല്യം ഒരുപാട് എന്തായാലും കൂടില്ല. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട. ഇപ്പോൾ വാങ്ങണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ EGR വാങ്ങാം. EGR അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ. എന്തായാലും വാങ്ങാനുള്ള സ്കോപ്പ് ഇപ്പോൾ ആയിട്ടില്ല. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റിനം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അതിഞ്ഞ് വരും ദിവസങ്ങളിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരാം. എന്തായാലും അപ്പോൾ ഇത്തരത്തിൽ സ്വർണ്ണവില അല്ലെങ്കിൽ ഈ സ്വർണ്ണവില കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം പശ്ചിമേഷ്യൻ യുദ്ധം അതുപോലെയുള്ള ഒരുപാട് ഫാക്ടറുകൾ കാരണം ഇപ്പം സ്വർണം നമുക്കറിയാം ഒരു സ്ഥിരമായി അല്ലെങ്കിൽ ഒരു സ്ഥിരതയുള്ളൊരു നിക്ഷേപ വസ്തുവായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴും സ്വർണത്തിൽ ഇപ്പോൾ ഒരു ചാഞ്ചാട്ടങ്ങൾ അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വർണവും ഇപ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കമ്മോഡിറ്റിയായി മാറിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അപ്പം അത് നമ്മളിപ്പോൾ അതും നിക്ഷേപകരെ പോലെ അല്ലെങ്കിൽ വലിയ നിക്ഷേപരെ അല്ല, നമ്മളെപ്പോലെയുള്ള മിഡിൽ ക്ലാസ് ചെറിയ നിക്ഷേപരെയൊക്കെ ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് വ്യതിചലനം ഉണ്ടായാലും നമ്മൾ നേരെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ഈ സ്വർണ്ണത്തിലാണ്. അപ്പോൾ ഇവിടെയും ഒരു സ്ഥിരതയില്ല എന്ന് പറയുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതൊരു ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ്. എന്തായാലും സ്വർണം വാങ്ങുന്ന സാധാരണക്കാർക്ക് എന്തായാലും ഇതൊരു ആശ്വാസം തന്നെയാണ്. ഇപ്പോൾ സ്വർണം വാങ്ങാൻ പറ്റിയ സമയവുമാണെന്ന് വേണം പറയാൻ. ഇപ്പോൾ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, ബിസിനസ്സിലെ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, ഇന്ത്യ-UK വ്യാപാര കരാർ, ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന ആഡംബര കാറുകളുടെ വില കുറയ്ക്കാൻ കമ്പനികൾ എന്നുള്ള ഒരു വാർത്തയാണ്. അതായത് കുറയുക 8 കോടി മുതൽ 3 കോടി വരെയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ബ്രിട്ടനിൽ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന ആഡംബര കാറുകളുടെ വില കുറയ്ക്കാൻ കമ്പനികൾ നീക്കം തുടങ്ങി. ആഡംബര കാർ ബ്രാൻഡുകളായ മക്ലാരൻ, ജാഗ്വാർ, ലാൻഡ് റോവർ എന്നിവയാണ് ഇതിനകം വില കുറയ്ക്കാൻ തീരുമാനമെടുത്തത്. അപ്പോൾ എന്തായാലും നമുക്കറിയാം, നേരത്തെ അമേരിക്കയുമായിട്ടൊക്കെ ബ്രിട്ടൻ ഇടഞ്ഞു നിന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുമായിട്ടൊരു കരാർ, ഒരു വ്യാപാര കരാർ അവർ ഒപ്പിട്ടിരുന്നു. അപ്പോൾ എന്തായാലും അതിനെ സംബന്ധിച്ചൊരു നല്ലൊരു വാർത്ത തന്നെയാണ് വരുന്നത്. ബ്രിട്ടനിൽ നിർമ്മിക്കുന്ന ആഡംബര കാറുകളുടെ വില കുറയും എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ അത് സാധാരണക്കാർക്ക് അത് എത്രത്തോളം ഉപയോഗപ്പെടും എന്നറിയില്ല. എന്നാലും 8 ലക്ഷം മുതൽ 3 കോടി രൂപ വരെ കുറയാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും മക്ലാരൻ, അതുപോലെ തന്നെ ജാഗ്വാർ, ലാൻഡ് റോവർ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ കാറുകൾക്കായിരിക്കും ഈ ഒരു കുറവ് വരാൻ പോകുന്നത്. എന്തായാലും ഇത് നമുക്ക് സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു വാർത്തയല്ല. എന്തായാലും നമ്മളെ കൊണ്ട് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന കാറുകളല്ല ഇനി എത്ര വില കുറഞ്ഞാലും. അപ്പോൾ എന്തായാലും നമ്മുടെ വ്യാപാര കരാറിന്റെ ഭാഗമായിട്ട് ഒരുപാട് വസ്തുക്കളുടെ വില ഇനിയും വരും ദിവസങ്ങളിൽ കുറയുമെന്ന് വേണം കരുതാൻ. ഇപ്പോൾ തന്നെ ബ്രിട്ടനിൽ നിന്ന് നമുക്ക് വരുന്ന പല കമ്മോഡിറ്റി, അതായത് ഇപ്പോൾ
ബാഗുകൾ, അതുപോലെ തന്നെ ബ്രാൻഡഡ് ബാഗുകൾ, അതുപോലെ തന്നെ ബ്രാൻഡഡ് ചെരുപ്പുകൾ, വാച്ചുകൾ, അതുപോലെയുള്ള കമ്മോഡിറ്റിയുടെയൊക്കെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്ന് വേണം കരുതാൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഈ ആഡംബര കാറുകളുടെ വില കുറയുന്നത് എന്നത്, അല്ലേ? ഈ ആഡംബര കാർ ഇപ്പോൾ വില കുറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ജാഗ്വർ ആണെങ്കിൽ ലാൻഡ് റോവർ ആണെങ്കിൽ ഇതിനെല്ലാം ഇന്ത്യയിൽ ടാക്സ് കൂടുതലാണ്. നമുക്ക് GST കൊടുക്കണം, സ്റ്റേറ്റ് ടാക്സും കൊടുക്കണം, ഇൻഷുറൻസും ആദ്യം തന്നെ കെട്ടണം. അപ്പോൾ ഒരു ആഡംബര കാർ എടുക്കുമ്പോൾ ഇതെല്ലാം ആദ്യം കെട്ടുമ്പോൾ തന്നെ നല്ല വിലയാവും പറഞ്ഞിട്ട് ഒരു 10-15 ലക്ഷത്തിന്റെ ആവുണ്ട്. അതുകൊണ്ട് എല്ലാവരും യൂസ്ഡ് കാർ വാങ്ങാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇത് യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ എന്താ വെച്ചാൽ ഈ ടാക്സ് നിങ്ങൾക്ക് അടക്കേണ്ടി വരുന്നില്ല. പോരാത്തതിന് 2015-13 ഇറങ്ങിയ ആഡംബരക്കാരൻ്റെ ഒക്കെ ടെസ്റ്റ് ഇപ്പോൾ വരാറായി. അപ്പോൾ ഈ പഴയ ലാൻഡ് റോവർ 2013-12 മോഡലൊക്കെ ഉണ്ടെങ്കിൽ അവർ പരമാവധി വില കുറച്ച് വിൽക്കാനും തുടങ്ങി. അത് കുറേ പേര് വാങ്ങണമുണ്ട്. കാരണം അത് ആ കൂടെ 50,000-60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ലക്ഷറി വണ്ടി പൊതുവെ അങ്ങനെ റോട്ടിലൂടെ ചറവറാന്ന് ഓടിക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇതിങ്ങനെ വില കമ്മിയാക്കാൻ കാരണം. പക്ഷെ ഒരിക്കലും പുതിയത് വാങ്ങാണ്ടിരിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. അതെ, എന്തായാലും നമുക്ക് ഇത് കുറെ പേരെയൊക്കെ മോഹിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണെന്ന് വേണം പറയാനല്ലേ. ഒരു 3 കോടി രൂപയ്ക്ക് കുറയാന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പം എന്തായാലും അങ്ങനെ വാങ്ങാൻ അത് നമ്മൾ വില കുറച്ച് കിട്ടിയാലും ഇതിൻ്റെ സർവീസ് ചാർജ്, അതുപോലെ തന്നെ ഇത് കൊണ്ടു നടക്കാനുള്ള ചിലവെന്ന് പറയുന്നത് വളരെ കൂടുതൽ തന്നെയാണ്. നമ്മൾ സാധാരണക്കാരനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും അധികം തന്നെയാണ് ഇങ്ങനെ ഒരു കാറുകളുടെ ഇപ്പോൾ ഒരു സർവീസ് സെന്ററിൽ കയറ്റി ഇറക്കുക എന്ന് തന്നെ പറയുന്നത് തന്നെ 1 കോടി അടുത്താവുമെന്ന് വേണം പറയാൻ. അല്ല, 3 കോടി രൂപ പറയുമ്പോൾ ഒരു സംശയം. ആഡംബരക്കാർ മാക്സിമം 5 കോടിക്ക് മുകളിൽ അങ്ങനെ ഇല്ല മിക്ക വണ്ടികളും. അതിൽ 3 കോടിയും കമ്മിയാക്കാൻ 2 കോടി രൂപയ്ക്ക് കാർ കിട്ടുമോ ശരിക്കും പറഞ്ഞു? അതെ, നമുക്ക് അത് കണ്ടത് തന്നെ അറിയണം അത് എങ്ങനെയായിരിക്കും അതിന്റെ കാര്യങ്ങളെന്നൊക്കെ. ഇപ്പോൾ മറ്റൊരു വാർത്ത ബിസിനസ്സിലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വരുമാനത്തിലും ലാഭത്തിലും കേരള BSNL രാജ്യത്തിന് മുന്നിൽ എന്നുള്ളൊരു വാർത്തയാണ്. വരുമാനത്തിലും പ്രവർത്തന ലാഭത്തിലും BSNL കേരള സർക്കിൾ രാജ്യത്ത് ഒന്നാമതായി മാറിയിരിക്കുകയാണ്. പ്രവർത്തന ലാഭത്തിൽ 24%, മൊത്തം വരുമാനത്തിൽ 8% വളർച്ച കൈവരിച്ചു എന്നുള്ളതാണ്. 24-25 സാമ്പത്തിക വർഷം, അതായത് 2024-25 സാമ്പത്തിക വർഷം പ്രവർത്തന ലാഭം 662 കോടി രൂപയായിരുന്നു. അതാണിപ്പോൾ 820 കോടിയിൽ എത്തി നിൽക്കുന്നത്. ഇപ്പം മുൻവർഷം 1956 കോടിയായിരുന്ന മൊത്ത വരുമാനം 2025-26 2102 കോടി രൂപയിൽ എത്തിയെന്ന് വേണം പറയാൻ. അപ്പോൾ എന്തായാലും കേരള BSNL നമുക്കറിയാം, സാധാരണ BSNL നമ്മൾ വിചാരിച്ചത് വലിയ ലാഭമൊന്നുമില്ലാതെ നഷ്ടത്തിലോടുന്ന ഒരു കമ്പനി എന്നുള്ള രീതിയിലാണ്. പക്ഷേ കേരളത്തിൽ BSNL വളരെ മികച്ച രീതിയിലുള്ള ലാഭമാണ് കൊയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൊത്ത വരുമാനത്തിലും BSNL വളരെ വലിയ രീതിയിലുള്ള നേട്ടമാണ് നേടിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഒരു സർക്കാർ കമ്പനി എന്ന നിലയിൽ, അതായത് സർക്കാർ കമ്പനി നമുക്കറിയാം അവർ ലാഭത്തെക്കാൾ ഏറെ നോക്കുക ജനസേവനത്തിനാണ്. അപ്പോൾ ആ ഒരു നിലയിൽ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയ രീതിയിലുള്ള വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് വേണം കരുതാനല്ലേ. അതില് പേഴ്സണലി ഞാൻ BSNL ആണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോ 147 രൂപയ്ക്കാണ് ഞാൻ 1 മാസം റീചാർജ് ചെയ്യണത്. അതുകൊണ്ട് ഒരു ദിവസം എനിക്ക് അൺലിമിറ്റഡ് കോളും 5 GB നെറ്റുമാണ് കിട്ടണത്. അത് 4G ആണ്, പക്ഷെ അതിൻ്റെതായ നല്ല സ്പീഡും ഉണ്ട്. ഇപ്പോ 2 ദിവസം മുമ്പ് BSNL തന്നെ അതിന്റെ ഒരു ലിസ്റ്റിൽ വന്നപ്പോൾ 51 രൂപയ്ക്ക് 1 മാസം നെറ്റും അൺലിമിറ്റഡ് കോളും 1 GB നെറ്റ് ഒരു ദിവസം, അങ്ങനെ 51 രൂപയുടെ ഒരു പുതിയ റീചാർജും BSNL വന്നിട്ടുണ്ട്. ഇതുപോലത്തെ ഏത് സിം കൊടുക്കുന്നുണ്ട്? പക്ഷേ BSNL സിം കിട്ടാൻ നിങ്ങൾക്ക് കുറച്ച് പണി കൂടുതലാണ്. എന്റെ വീട്ടിൽ പണ്ട് ലാൻഡ് ലൈൻ ഉണ്ടായപ്പോ ആ ലാൻഡ് ലൈനിന്റെ നമ്പറിന്റെ BSNL ആ നമ്പർ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പൊ പോയി സിം ചോദിച്ചാലും അങ്ങനെ പെട്ടെന്ന് കിട്ടണമില്ല കേട്ടോ BSNL. അതെ, അത് എന്തായാലും റേഞ്ചിന്റെയും പിന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ചേർന്നായാലും BSNL എന്തായാലും വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നതാണ് കരുതാൻ. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് ആ പേജ് മുഴുവൻ നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ലോകകപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം എന്തായാലും ലോകകപ്പിൻ്റെ ഉദ്ഘാടന മത്സരം കഴിഞ്ഞ് അതിൻ്റെ പരിപാടികളെക്കുറിച്ചുള്ളൊക്കെയുള്ള ഒരു വാർത്ത തന്നെയാണ് ഇതിനകത്തെല്ലാം. അതായത് ആവേശത്തിര
എന്നുള്ളൊരു വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. ലോകകപ്പ് ഫുട്ബോളിന് വർണ്ണാഭമായ തുടക്കം, കാണികളെ ആവേശഭരിതരായി ഷക്കീറയും ബർണിയ ബോയിയും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ ലോകത്തിലെ പ്രമുഖ നേതാക്കൾ, സാംസ്കാരിക നേതാക്കൾ, അതുപോലെ തന്നെ മത നേതാക്കൾ, ലോകത്തിലെ പ്രസിഡന്റുമാർ, അവരെല്ലാവരും ലോകകപ്പിന് ആശംസകൾ നേർന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ ലോകകപ്പിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന പ്രമുഖ താരങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനോ, മെസ്സി, അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഓരോ എന്താ പറയുന്ന ഇപ്പം ഓരോ സ്പോർട്സ് നിരീക്ഷകർക്ക് അവരെക്കുറിച്ചുള്ള പ്രതീക്ഷകളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ലോകകപ്പ് ഔദ്യോഗിക ഗാനത്തിൻ്റെ ചുവടുകളുടെ പിന്നിലുമുണ്ടൊരു മലയാളി എന്നുള്ള വളരെ വലിയൊരു വാർത്തയാണ് വരുന്നത്. അതായത് നമുക്കറിയാം, മലയാളികൾ എവിടെ ചെന്നാലും ഒരു മലയാളിയെ കാണാത്ത സ്ഥലമില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ ലോകകപ്പിലും ഒരു മലയാളി സാന്നിധ്യം ഉണ്ടെന്നുള്ള വാർത്തയാണ്. അതായത് 2010 ലോകകപ്പിൽ ഷക്കീറയുടെ ഗാനം പുറത്തിറങ്ങിയപ്പോൾ ഇത്തവണ വലിയ ആൽബങ്ങളുടെ ഭാഗമായിരുന്നില്ലെങ്കിലെന്ന് രാജീവ് ദേവ് എന്ന മലയാളി ആഗ്രഹിച്ചിരുന്നു. 2026 ലോകകപ്പിൻ്റെ ഔദ്യോഗിക ആൽബത്തിൽ ഗാനങ്ങളിലൊന്നിലെ കൊറിയോഗ്രാഫറായിട്ട് നമ്മുടെ മലയാളിയായിട്ടുള്ള രാജീവ് ദേവ് അരങ്ങേറിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. അഭിനേത്രിയായ നോറ ഫത്തേയുടെ ഒരു ഗാനത്തിന് വേണ്ടിയിട്ടാണ്, ഫിഫയുടെ ഔദ്യോഗിക ഗാനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊറിയോഗ്രാഫർ ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത് വളരെ നമുക്ക് വളരെ അഭിമാനം തോന്നുന്ന, ഒരു മലയാളി എന്ന നിലയിൽ വളരെ അഭിമാനം തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ലോകകപ്പ് പോലെയുള്ള ഒരു സ്പോർട്സിൻ്റെ പീക്കായിട്ടുള്ളൊരു ഒരു എന്താണ് നിശയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ഘാടന നിശയിൽ അതിന് കൊറിയോഗ്രാഫി ചെയ്യുക, അതിൻ്റെ മെയിൻ ഡാൻസിന് കൊറിയോഗ്രാഫർ ആവുക എന്നൊക്കെ പറയുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു എന്താ പറയുന്ന ഒരു ഇതായിട്ട് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഒരു മലയാളി തന്നെയാണെന്നുള്ളത് നമുക്ക് അത്രയും സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ നോറ ഫത്തേന്റെ ഒരു ഫാന് തന്നെയാണ്. അവര് ഭയങ്കര ഡാൻസ് ആണ്. എല്ലാ ഹിന്ദി സിനിമയിലും കാണും, പക്ഷെ അവര് കനേഡിയൻ സിറ്റിസൺ ആണ്. അത് മിക്കവർക്കും അറിയില്ല തോന്നണം, പക്ഷെ എല്ലാ ഹിന്ദി സിനിമയിലും അവരുണ്ട്. നമ്മുടെ മലയാളത്തിലെ കായംകുളം കൊച്ചുണ്ണിയിലും അവര് ഉണ്ട്, പക്ഷെ അന്ന് അത്ര അവര് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൂ. അതെ, ഇപ്പം എന്തായാലും വളരെ സന്തോഷം നൽകുന്നൊരു വാർത്ത എന്ന് വേണം കരുതാൻ. അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്ന മത്സരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ കളി നോക്കിക്കഴിഞ്ഞാൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കുമാണ്. അത് രാവിലെ 7:30 നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാനഡ ബോസ്നിയ മത്സരമുണ്ട്, അത് നാളത്തെ കളിയായിരിക്കും. അത് 12:30 നടക്കുന്നത്. അത് കഴിഞ്ഞ് US പരഗ്വേ മത്സരമുണ്ട്, അത് രാവിലെ 6:30. അത് കഴിഞ്ഞതിന് ശേഷം രാത്രി 12:30 ഖത്തർ സ്വിറ്റ്സർലൻഡ് കളിയാണ് നടക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കളിയാണ്. കാരണം നമ്മുടെ ഖത്തർ ടീമിൽ നമ്മുടെ ഒരു മലയാളി താരം ഉണ്ടെന്നുള്ളൊരു വാർത്തയുണ്ട്. അപ്പം അത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതും നമുക്ക് സന്തോഷമാണ് അല്ലേ, ഒരു ലോകകപ്പിൽ നമ്മുടെ ഒരു മലയാളി പന്ത് തട്ടുന്നു എന്നുള്ള വാർത്ത. പക്ഷെ അദ്ദേഹം ഈ ടീമിൽ ഇന്നത്തെ കളിയിൽ ഉണ്ടാകുമോ, പ്ലേയിങ് 11 ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഉണ്ടാവട്ടെ. ഖത്തറിന്റെ ആദ്യ മത്സരത്തിൽ തന്നെ നമ്മുടെ ഒരു മലയാളി താരം അല്ലേ പന്ത് തട്ടാൻ ഇറങ്ങട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പുതിയ ടീമുകൾ വന്നിട്ടുണ്ട്, 10 ടീം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ ഒന്നും കളിയൊന്നും കണ്ടതായിട്ട് ഓർമ്മയില്ല സത്യം പറഞ്ഞ. ഒരുപാട് പുതിയ ടീമുണ്ട്, ഓക്കെ ഫൈൻ. ബാക്കി സൗത്ത് കൊറിയന്റെ ഒന്നും അങ്ങനെ കണ്ട ഒരു ഇതേ ഇല്ല. അതെ, ഇവരൊക്കെ ഈ ഇടയ്ക്ക് വന്ന ടീമുകളാണ്. അപ്പോൾ എന്തായാലും അവർക്ക് ഇനി പുതിയ ടീം, ഈ ഒരു ലോകകപ്പിൽ ഇനി ഒരു പുതിയ ടീം പണ്ടത്തെ അല്ലെങ്കിൽ അർജന്റീന, പോർച്ചുഗൽ പോലെയൊക്കെ ഉയർന്നു വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിലെ പ്രധാന വാർത്തകളെന്ന് പറയുന്നത്. നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലോകകപ്പ് ഫുട്ബോളിൻ്റെ തുടക്കം, ആദ്യ കളി തുടങ്ങി എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് പ്രധാനപ്പെട്ട വാർത്തകൾ ഇതിനകത്തുണ്ടായിരുന്നു. നമ്മുടെ ആഭ്യന്തര തലത്തിൽ വൻ അഴിച്ചുപണി, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രമുഖ വാർത്തകളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നാളത്തെ പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം.